നമസ്കാരം. അജ്മലിന്റെ ദി ബോർഡർ ഓഫ് എ മൈൻഡ് എന്ന വെബ്സൈറ്റിലെ എഴുത്തുകളെക്കുറിച്ചുള്ള നമ്മുടെ ഈ സംസാര പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം. അറിയാമല്ലോ, ദി ബോർഡർ ഓഫ് എ മൈൻഡ് അത് അജ്മൽ വർഷങ്ങളായിട്ടൊരുക്കുന്ന ഒരു ഇടമാണ്. അദ്ദേഹത്തിന്റെ ചിന്തകൾ, പ്രതിഫലനങ്ങൾ, കലകൾ, എഴുത്തുകൾ ഒക്കെ പങ്കുവെക്കുന്ന ഒരിടം. അതെ, ഒരു ഡിജിറ്റൽ സ്പേസ് എന്ന് പറയാം. ജിജ്ഞാസയും അത്ഭുതവുമൊക്കെ കണ്ടെത്താൻ പറ്റിയൊരിടം. അപ്പോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ബ്ലോഗ് പോസ്റ്റിനെ കുറിച്ചാണ്. വെൻ ഡോർസ് ക്ലോസ്, ന്യൂ പാത്സ് ഓപ്പൺ, ട്രസ്റ്റിംഗ് ദ സയൻസ് എന്ന തലക്കെട്ടിലുള്ള ഒന്ന്. ജീവിതത്തിൽ ചില വാതിലുകൾ അടയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ, അങ്ങനെയുള്ള ചിന്തകളെക്കുറിച്ചാണിത്. ശരിയാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒരു വഴിമുട്ടി നിൽക്കുന്ന പോലെ? ചിലപ്പോൾ ഒരു ബന്ധത്തിലാവാം, ജോലിയിലാവാം, അല്ലെങ്കിൽ ഒരു സ്വപ്നത്തിൽ മുന്നോട്ടു പോകാൻ പറ്റാതെ. തീർച്ചയായും അതെല്ലാവർക്കും ഉണ്ടാകുന്ന അനുഭവമാണ്. അജ്മൽ എഴുതുന്നതും അതാണ്. അദ്ദേഹം പറയുന്നത് ഈ അടഞ്ഞ വാതിലുകൾ അത് ചിലപ്പോൾ ഒരു അടയാളമായിരിക്കാമെന്നാണ്. അടയാളങ്ങളോ? അതെ, അതായത് നമ്മളെ വേറൊരു ദിശയിലേക്ക് നയിക്കാനുള്ള ഒരു സിഗ്നൽ പോലെ, പ്രപഞ്ചത്തിന്റെ ഒരു സൗമ്യമായ ഓർമ്മപ്പെടുത്തൽ. ഇതല്ല ശരിയായ വഴി, മറ്റൊന്നുണ്ട് എന്ന്. പക്ഷേ ആ നിമിഷത്തിൽ അത് തിരിച്ചറിയാൻ ശരിക്കും പ്രയാസമായിരിക്കുമല്ലേ? വളരെ ശരിയാണ്. അദ്ദേഹം അതിനൊരു നല്ല ഉപമ പറയുന്നുണ്ടല്ലോ, ആ മലകളിലൂടെ യാത്ര ചെയ്യുന്നത്. അതെ അതെ. ഒരു വഴിത്തിരിവിലെത്തുമ്പോൾ പഴയ മാപ്പ് തെറ്റാണെന്ന് തോന്നുന്നു. ഒരു വഴി നല്ല എളുപ്പമുള്ളത്, പരിചിതമായത്. മറ്റേതാണെങ്കിൽ മൂടൽ മഞ്ഞില്, ഒന്നും കാണാൻ വയ്യ. അവിടെയാണ് ആ ഒരു കൺഫ്യൂഷൻ വരുന്നത്. സ്വാഭാവികമായും നമുക്ക് ആ എളുപ്പമുള്ള അറിയുന്ന വഴിയിൽ പോകാനാവും താല്പര്യം, അതൊരു അടഞ്ഞ വഴിയാണെങ്കിലും പോലും. അതെ. പക്ഷേ അജ്മൽ ചോദിക്കുന്നത് ആ മൂടൽമഞ്ഞുള്ള, അധികം വ്യക്തമല്ലാത്ത വഴി ഒരുപക്ഷെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മനോഹരമായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചാലോ? അപ്പോ ആ അടയാളങ്ങളെ വിശ്വസിക്കുക. അവ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതാണെങ്കിൽ പോലും ചിലപ്പോൾ മനോഹരമായ യാത്രകൾ തുടങ്ങുന്നത് അങ്ങനെയായിരിക്കും. ഈ അടയാളങ്ങളെ വിശ്വസിക്കുക, അത് കേൾക്കാൻ എളുപ്പമുണ്ടെങ്കിലും പ്രാവർത്തികമാക്കാൻ കുറച്ച് ധൈര്യം വേണ്ടിവരും, അല്ലേ? പ്രത്യേകിച്ചും പ്രതീക്ഷിച്ചത് നടക്കാതെ വരുമ്പോൾ. ശരിയാണ്. അവിടെയാണ് ആ വിശ്വാസത്തിന്റെ ഒരു ഘടകം വരുന്നത്. എല്ലാം നമുക്ക് പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിലും ഒരു വലിയ ചിത്രം കാണുന്ന ഒരു ശക്തിയിൽ, ഒരു ഊർജത്തിൽ വിശ്വസിക്കുക. അദ്ദേഹം അതിനെ നെയ്ത്തുകാരൻ എന്ന് പറയുന്നുണ്ടല്ലോ. അതെ, ആ വലിയ ഡിസൈൻ ഒരുക്കുന്ന ആള്, ആ ഒരു വലിയ പദ്ധതിയിൽ വിശ്വസിക്കുക. അപ്പൊ നടക്കാതെ പോയ ഒന്നിനെ വിട്ടുകളയുന്നത് അത് വേദനിപ്പിക്കുമായിരിക്കാം, എന്നാലും അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഓക്കേ, ഇതിലും നല്ലത് വരാനുണ്ട് എന്നൊരു വിശ്വാസം, പ്രപഞ്ചം നമ്മളെ കൈവിടില്ല എന്നൊരു തോന്നല്. അപ്പോ ഈ വിട്ടുകളയൽ ഒരു നഷ്ടമായി കാണേണ്ടതില്ല, മറിച്ച് പുതിയ വാതിലുകൾ തുറക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. അങ്ങനെയാണോ? ഒരു പരിധിവരെ അതെ. ആ വേദന അത് കുറച്ചുകാലം ഉണ്ടാവാം, സ്വാഭാവികമാണ്. പക്ഷെ ആ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുമ്പോൾ പതിയെ ആ മുറിവുകൾ ഉണങ്ങും, സാധ്യതകൾ നിറഞ്ഞൊരു പുതിയ വഴി തെളിഞ്ഞു വരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിയാണ്. അപ്പോ വഴിമുട്ടിയെന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആ ശബ്ദം, അതിനെ ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ആ അടഞ്ഞ വാതിൽ ഒരുപക്ഷെ ശോഭനമായ ഒരു ഭാവിക്കുള്ളൊരു സൂചനയായിരിക്കാം. ഇത് അദ്ദേഹത്തിന്റെ ബ്ലോഗിലെ മറ്റ് ആശയങ്ങളുമായിട്ട് ചേർന്നു പോകുന്നുണ്ട്. ഈ ശ്രദ്ധ, മൈൻഡ്ഫുൾനെസ്, പിന്നെ വ്യക്തിഗത വളർച്ച, ദിവസേനയുള്ള ചെറിയ കാര്യങ്ങളിലെ ഭംഗി കണ്ടെത്തുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം എഴുതാറുണ്ടല്ലോ. അതെ അതെ. അപ്പൊ ഇതൊക്കെ കണക്റ്റഡ് ആണ്. അപ്പോ ഈ ഒരു ചർച്ചയിൽ നിന്ന് നമുക്ക് ഓർത്തുവെക്കാവുന്ന പ്രധാന കാര്യം എന്തായിരിക്കും? എനിക്ക് തോന്നുന്നത് തടസ്സങ്ങളെ ഒരു അവസാനമായി കാണരുത്, അതൊരു പുതിയ തുടക്കത്തിന്റെ സൂചനയായിരിക്കാം എന്ന് ചിന്തിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ശരിയാണ്. നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു തോന്നലിനെ, ആ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കുക. പുതിയ വാതിലുകൾ തുറക്കും എന്ന് പ്രതീക്ഷിക്കുക. അതെ. ഒരു നിമിഷം ഇത് കേൾക്കുന്ന നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു അടഞ്ഞ വാതിലിനെ കുറിച്ച് ഈ ഒരു ചിന്താഗതിക്ക് അവിടെ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ കഴിയുമോ? തീർച്ചയായും. അജ്മലിന്റെ ദ ബോർഡർ ഓഫ് എ മൈൻഡ്, ആ ബ്ലോഗ് ഇത്തരം ചിന്തകൾക്ക് ഒരുപാട് ഇടം നൽകുന്നുണ്ട്, പ്രചോദനം തരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ എഴുത്തുകള്, പിന്നെ കല, പങ്കുവെക്കുന്ന പോഡ്കാസ്റ്റുകള്, അതൊക്കെ വെറും വാക്കുകളല്ല, ശരിക്കും ആഴത്തിലുള്ള ചിന്തകൾക്ക് നമ്മളെ പ്രേരിപ്പിക്കും. തീർച്ചയായും. ഈ ബ്ലോഗ് പോസ്റ്റ് മുഴുവനായി വായിക്കാനും അജ്മലിന്റെ മറ്റ് എഴുത്തുകളും കലകളും ചിന്തകളും ഒക്കെ അടുത്തറിയാനും ദ ബോർഡർ ഓഫ് എ മൈൻഡ് സന്ദർശിക്കാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. അതെ, തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരിടമാണ്. അപ്പോ അജ്മലിന്റെ ചിന്താലോകത്തുള്ളേയുള്ള നമ്മുടെ ഈ യാത്ര അത് തുടരും.
അടുത്തൊരു വിശകലനവുമായി ഞങ്ങൾ വീണ്ടും വരാം. അതുവരെ ഒരു ചിന്ത കൂടി. അടഞ്ഞ വാതിലുകൾ ശരിക്കും പുതിയ പാതകൾ തുറക്കുമെങ്കിൽ ആ പുതിയ പാതയിലൂടെ നടക്കാൻ നമ്മൾ തയ്യാറാണോ? അതിനെന്ത് മാറ്റമാണ് നമ്മളിൽ വേണ്ടത്?